ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ സാധാരണ കേക്കിന് ആവശ്യമായിട്ടുള്ള ഓവൻ, ബീറ്റർ, പാല്, മുട്ട, കണ്ടൻസ്ഡ് മിൽക്ക്, തൈര് ഇതൊന്നും തന്നെ ഈ കേക്കിന് ആവശ്യമായിട്ടില്ല. ഈ കേക്ക് റെസിപ്പി എന്ന് പറഞ്ഞ ഒരു വേഗൻ കേക്ക് റെസിപ്പിയാണ്. അതായത് നമ്മുടെ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എന്ന് പറയും പോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് വേഗൻ. ഈ വേഗൻസും വെജിറ്റേറിയൻസിനോട് ഏകദേശം സാമ്യമുണ്ട്. അതായത് വെജിറ്റേറിയൻസ് മീറ്റും ഫിഷൊന്നും ഉപയോഗിക്കില്ലല്ലോ, അതുപോലെ തന്നെയാണ് ഇവരും. പക്ഷെ ഇവര് കൂടുതലായിട്ട് ആനിമൽ പ്രോഡക്ട്സ് ഒന്നും തന്നെ ഉപയോഗിക്കില്ല. അതായത് ഒരു തരത്തിലുള്ള ഡയറി പ്രോഡക്ട്സും എഗ്ഗ് ഇതൊന്നും ഇവർ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കേക്കിലും പാലും തൈര് അങ്ങനെയുള്ള ഡയറി പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കാത്തത്. ഈ മുട്ടയൊന്നും ചേർത്തില്ലെങ്കിലും ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്ക് തന്നെയാണ്. ഏത് കേക്കിനാണെങ്കിലും നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അപ്പോൾ ഈ കേക്കിന് നമ്മൾ നേരത്തെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെക്കുക, എന്നിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതാ കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കും പോലെയല്ല, കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പിന്നീട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കേക്കിൽ അത് പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിട്ട് തന്നെ വേണം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സോസ് പാൻ ഗ്രീസ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഇതിനകത്തേക്ക് ഒഴിച്ച് ഇതുപോലെ എല്ലാ വസ്തുവോടെയും തേച്ച് കൊടുക്കണം. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അതിന് മുകളിലായിട്ടൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ ഗ്രീസ് ചെയ്ത ആ സോസ് പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലോർ സിഫ്റ്റർ അല്ലെങ്കിൽ ഒരു അരിപ്പയിലിട്ട് 3/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഈ മൈദയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആവും. അപ്പക്കാരം അല്ലെങ്കിൽ സോഡാപ്പൊടി എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ ഈ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യണത്. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്താലും മതി. ഇനി 1/2 കപ്പ് ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തിളച്ച വെള്ളമൊന്നും ഉപയോഗിക്കരുത്, ചെറു ചൂടുവെള്ളം മതി. അതുപോലെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഓപ്ഷണലാണ്. അപ്പോൾ ഇനി കോഫി മിക്സ് ഈ ഫ്ലോർ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിലും കൂടെ ചേർക്കാം. ഞാനിവിടെ കോൺ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്, ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കേക്കിൽ ഓവർ മിക്സിങ് ഒന്നും ഒരു പ്രോബ്ലം അല്ല കേട്ടോ. കാരണം നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് മുട്ടയിട്ട കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാത്രമേ മിക്സ് ചെയ്യാമുള്ളൂ. ഒരുപാട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് ഹാർഡായി പോകും. പക്ഷേ ഈ കേക്കിന് അങ്ങനത്തെ യാതൊരു വിധ പ്രോബ്ലംസും ഇല്ല. ഇപ്പോൾ മിക്സ് ചെയ്യണയൊക്കെ എങ്ങനെ മിക്സ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരണം. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അതായത് ഒരു കപ്പ് എന്ന് പറയണത് 250 ml ആണ്. അപ്പോൾ ഒരു കപ്പ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്താലും മതി, അത് 250 ml തന്നെയായിരിക്കും. അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ചൂടായിട്ടുള്ള സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഒരു 10-15 പ്രാവശ്യം ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ നന്നായിട്ട് റിലീസായി വരും. അപ്പോൾ ഇനി സോസ് പാൻ സ്റ്റൗവിലോട്ട് വയ്ക്കാം. എന്നിട്ട് ഇത് മൂടി വയ്ക്കണം. അപ്പോൾ ഒട്ടും എയർ പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മോർട്ടാർ വെച്ച് വെയിറ്റ് വയ്ക്കാം. അപ്പോൾ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ടൈപ്പ് മൂടിയല്ല, ഗ്ലാസ് ടൈപ്പ് മൂടിയുണ്ടല്ലോ. അപ്പോൾ അതിനാണെങ്കിൽ ഒരു ചെറിയ എയർ ഹോൾ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയൊരു പീസ് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് അടച്ചു വയ്ക്കണം കേട്ടോ, അത് ഒട്ടും ആവി പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതായത് ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു സ്ക്യൂവർ സെൻറ്ററിലായിട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ സ്ക്യൂവർ നല്ല ക്ലീനാണ്.
ഞാനിവിടെ ഒരു പപ്പടക്കോലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് സൈഡൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു നൈഫ് എന്തെങ്കിലും വെച്ച് ഈ സൈഡൊന്ന് ശരിക്കൊന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു വയർ റാക്കിലിട്ട് കൊട്ടിയിടാം. ഇതാ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു വയ്ക്കാം കേട്ടോ. അതായത് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഇത് ഇനി സിമ്പിളായിട്ടൊന്ന് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇതൊരു പഴയ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്കിതുപോലെ പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, അപ്പോൾ നല്ലൊരു ഡിസൈൻ കിട്ടി. അപ്പോൾ ഇനി വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡൊക്കെ കിട്ടുമ്പോൾ ഇതുപോലത്തെ ഡിസൈനൊക്കെ ഉള്ളതൊക്കെയാണ് ഈ കളയേണ്ട കേട്ടോ. ഇതിപ്പോൾ ഒരു സിമ്പിൾ ഡിസൈൻ ആണല്ലോ. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആക്കാനായിട്ട് കുക്കിംഗ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് ഈ കേക്കിന് മുകളിൽ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഉപയോഗിച്ചത് ഒരു 7 ഇഞ്ചിൻ്റെ പാനാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ പാൻ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കട്ടിയുള്ള കേക്ക് കിട്ടും. അപ്പോൾ അതാ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വളരെ ഈസി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.